ശബരിമലയിലെ സ്വർണവും പണവുമാണ് ഇപ്പോഴത്തെ വലിയ വാർത്ത. ശബരിമലയുടെ വരുമാനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? സർക്കാർ പറയുന്നത് പോലെ ശബരിമലയുടെ വരുമാനം കൊണ്ടാണോ മറ്റ് ക്ഷേത്രങ്ങൾ കഴിഞ്ഞു പോകുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ 1256 ക്ഷേത്രങ്ങളാണുള്ളത്. ഇത്രയും ക്ഷേത്രങ്ങളിലായി 5500 ജീവനക്കാരുമുണ്ട്. ഒരു മാസം ശമ്പളത്തിന് മാത്രം വേണ്ടത് 26 കോടി രൂപയാണ്. പെൻഷന് 14 കോടി രൂപയും വേണം. മറ്റ് ചെലവുകൾക്കായി കുറഞ്ഞത് 6 കോടി രൂപയും ഓരോ മാസവും വേണം. അങ്ങനെ ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 46 കോടി രൂപ വേണം. ഒരു വർഷത്തിൽ ആകെ വേണ്ടത് 552 കോടി രൂപയാണ്. ഈ തുക എങ്ങനെ ഉണ്ടാകുന്നു? എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു? ഇതാ ശബരിമല വരുമാനത്തിന്റെ സത്യം പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്രയും വലിയ തുക എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ചോദ്യം. വർഷം ദൈനംദിന ചെലവുകൾക്ക് മാത്രം വേണ്ടി വരുന്ന തുകയാണ് 552 കോടി രൂപ. ക്ഷേത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളും മറ്റ് മരാമത്ത് ജോലികളും ഉൾപ്പെടെയുള്ളവയ്ക്ക് വലിയ തുക വേറെയും കണ്ടെത്തണം. ഈ തുക എങ്ങനെ കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ തുക നൽകുന്ന ശബരിമല മാറ്റി നിർത്തി നോക്കുക. രണ്ടാമത് വലിയ വരുമാനമുള്ളത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിനാണ്. അവിടെ നിന്ന് ആകെ ലഭിക്കുന്നത് വർഷം 16 കോടി രൂപയാണ്. അതിലും താഴെയാണ് വൈക്കത്ത് നിന്നുള്ള വരുമാനം. ചെട്ടികുളങ്ങര, മലയാലപ്പുഴ, തിരുവല്ലം, കൊട്ടാരക്കര തുടങ്ങിയ ക്ഷേത്രങ്ങൾ കൂടിയാണ് എന്തെങ്കിലും കാര്യമായ വരുമാനം ഉണ്ടാക്കുന്നത്. നിത്യചെലവിന് വഴി കണ്ടെത്തുന്നത് മറ്റൊരു 40 ക്ഷേത്രങ്ങൾ കൂടി മാത്രമാണ്. ശേഷിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം നിലകൊള്ളുന്നത് ശബരിമലയിൽ നിന്നുള്ള വരുമാനത്തിലാണ്. 2019-20 570.67 കോടി രൂപയായിരുന്നു ശബരിമലയിൽ നിന്നുള്ള വരുമാനം. 2020-21 653.96 കോടി. അത് കോവിഡിന് തൊട്ടു മുൻപുള്ള കാലമായിരുന്നു. പിന്നെ വരുമാനം കുറയാൻ തുടങ്ങി. 2021-22 332.7 കോടി രൂപ മാത്രം. 2022-23 422 കോടിയായി വർദ്ധിച്ചു. 2023-24 691.13 കോടി രൂപയായി. കോവിഡിന് മുൻപുള്ള വരുമാനത്തിന്റെ നിലയിലേക്ക് 2023-24 മാത്രമാണ് ശബരിമല എത്തിയത്. പിന്നീടുള്ള വർഷങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കാര്യങ്ങൾ സുഗമമായിരുന്നു. അങ്ങനെയല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ ഓണത്തിന് ജീവനക്കാർക്ക് ബോണസ് കൊടുക്കാൻ പണമുണ്ടായില്ല. മുഴുവൻ ക്ഷേത്രങ്ങളുടെയും കാണിക്ക തുറന്ന് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ആ തുക ഉപയോഗിച്ചാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ബോണസ് വിതരണം ചെയ്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 1447 കോടി രൂപയുടെ ബജറ്റ് ഈ വർഷമുണ്ടെങ്കിലും ആ പണം സർക്കാർ നൽകുന്ന പഴയ തുകയിൽ ചേർത്തുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2019-20 30 കോടി 40 ലക്ഷം രൂപ സർക്കാർ നൽകി. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ 80 ലക്ഷം വേണ്ട നിശ്ചിത തുകയായിരുന്നു നൽകിയിരുന്നത്. 2020-21 തുക 90 കോടി 40 ലക്ഷമായി. 2021-22 ആയപ്പോഴേക്കും കോവിഡ് തുക 20 കോടി 80 ലക്ഷമായി. കഴിഞ്ഞ 3 വർഷങ്ങളിൽ നൽകിയത് 80 ലക്ഷം, 16 ലക്ഷം, 44 ലക്ഷം എന്നിങ്ങനെ മാത്രമാണ്. കോവിഡിന് മുൻപ് നൽകിയിരുന്ന സപ്പോർട്ടിലേക്ക് വന്നു. ഇങ്ങനെ നൽകേണ്ട തുക കുറയാൻ കാരണമായത് ശബരിമല വരുമാനത്തിലുള്ള വർധനമൂലമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2 പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത് നൽകിയത് 140 ലക്ഷം രൂപയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് 26 കോടി 38 ലക്ഷം രൂപ. മലബാർ ദേവസ്വം ബോർഡിനാണ് ഏറ്റവും കൂടുതൽ തുക. 304 കോടി 85 ലക്ഷം രൂപയാണ് നൽകേണ്ടി വന്നത്. ഗുരുവായൂർ ദേവസ്വത്തിനൊഴികെ ഇങ്ങനെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കും അങ്ങോട്ട് തുക സർക്കാർ നൽകി. ഇതിനു പുറമെയാണ് ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി ഖജനാവിൽ നിന്ന് മുടക്കുന്ന തുക. 2016-17 12 കോടി 18 ലക്ഷം രൂപയാണ് മുടക്കിയത്. 2017-18 25 കോടി. 2018-19 22 കോടി 44 ലക്ഷം രൂപ. കോവിഡ് കാലത്തെ 2 വർഷവും ശബരിമല മാസ്റ്റർ പ്ലാനിലേക്ക് കാര്യമായി ഒന്നും നൽകിയില്ല. 2021-22 5 കോടി. 2022-23 7 കോടി 90 ലക്ഷം. 2023-24 40 ലക്ഷം. 2024-25 7 കോടി 39 ലക്ഷം എന്നിങ്ങനെ നൽകി.
നടപ്പു വർഷം ഇതുവരെ 2,02,00,000 രൂപ നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ശബരിമല മാസ്റ്റർ പ്ലാനിലേക്ക് 85,45,00,000 രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുണ്ട്. അത് പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് നിയന്ത്രിക്കുന്നത്. അതുകൂടാതെ ജില്ലാ ഭരണകൂടം മറ്റ് വിവിധ പദ്ധതികൾക്കും ശബരിമലയുമായി ചേർന്ന് പണം ചെലവഴിക്കുന്നുണ്ട്. ഇവയിലേക്ക് സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ നൽകിയത് 21,86,00,000 രൂപയാണ്. എല്ലാ ദേവസ്വം ബോർഡുകൾക്കുമായി 636,71,00,000 രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ചെലവഴിച്ചിരുന്നത്. ശബരിമലയിൽ ലഭിക്കുന്ന തുക ശബരിമലയുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കാൻ കഴിയില്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ശബരിമലയിൽ നിന്ന് ഇത്ര വലിയ വരുമാനമുണ്ടായിട്ടും ഖജനാവിൽ നിന്ന് 10 വർഷത്തിനിടെ 636 കോടി രൂപ ക്ഷേത്രങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വന്നു. ശബരിമലയുടെ ഈ വരുമാനമാണ് മറ്റ് ക്ഷേത്രങ്ങളെ നിലനിർത്തുന്നത്. ശബരിമലയുടെ വരവ് ശബരിമലയ്ക്ക് മാത്രമായി ചെലവഴിക്കണം എന്ന വാദമാണ് ഇപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. അങ്ങനെ ചെലവഴിക്കാൻ തുടങ്ങിയാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1200 ക്ഷേത്രങ്ങളെങ്കിലും ദിവസവും തുറക്കാൻ കഴിയാതെ വരും. അവിടുത്തെ 5000-ലേറെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതെയും വരും. ശബരിമല വലിയൊരു ആവാസ വ്യവസ്ഥയുടെ സൂര്യനാണ്. അതിനു ചുറ്റുമാണ് അനേകം ഗ്രഹങ്ങൾ കറങ്ങുന്നത്. ശബരിമലയ്ക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ 1200 ഹിന്ദു ക്ഷേത്രങ്ങളെങ്കിലും പൂട്ടേണ്ട നില വരും എന്നാണ് അർത്ഥം. നമസ്കാരം.